നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തരംഗമായിട്ട് ഒരു വാക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്ക് ഏതെന്ന് മനസ്സിലായില്ലേ? കാർപ്പൻറ്റേഴ്സ്. ഏത് കാർപ്പൻറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഓസ്കാറിൻ്റെ വേദിയിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായ സംഗീത സംവിധായകൻ കീരവാണി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വാക്കാണ് ഈ കാർപ്പൻ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രസംഗത്തിൽ കാർപ്പൻ്റർ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവരുടെ ഒരു പാട്ടിൻ്റെ വരികൾക്കൊപ്പിച്ച് ആ താളത്തിലാണ് അദ്ദേഹം ഒരു പാട്ട് അവിടെ ആ ഓസ്കാർ വേദിയിൽ അവതരിപ്പിച്ചത്. അതിലെ വരികളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെയും അദ്ദേഹത്തിന് കിട്ടിയ ഓസ്കാർ അവാർഡിൻ്റെ പേരിലുള്ള അഭിമാനത്തെയൊക്കെ കുറിച്ച് പറയുന്ന തരത്തിലുള്ളതായിരുന്നു. ഈ പ്രസംഗം അവസാനിപ്പിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞ കാർപ്പൻ്റർ എന്ന് പറയുന്നത് ആശാരിമാരാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആശാരിമാരുടെ ഉളിയുടെയും കൊട്ടുവടിയുടെയും ചിന്തേരിൻ്റെയും താളത്തിനൊപ്പമാണ് കീരവാണി സംഗീതം അഭ്യസിച്ചത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ ഒരു കീറങ്ങ് കീറി. ശരിക്കും പറഞ്ഞാൽ കാർപ്പൻ്റർ എന്ന് പറയുന്ന കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ബാൻഡിനെ കുറിച്ച് അറിയാമായിരുന്ന മലയാളികളൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ഈ വിടുവായത്തം കേട്ട് അന്തം വിട്ടുപോയി എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഇന്നലെ ഒരു ദിവസം മുഴുവൻ നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ പല മാധ്യമങ്ങളെയും മലയാളികൾ ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ പേരിൽ എടുത്തൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്കെന്തായാലും ഈ മാധ്യമങ്ങൾ എടുത്തൊടുക്കേണ്ട, നാട്ടുകാർ ആവശ്യത്തിലേറെ ഉടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ കാർപ്പൻറ്റേഴ്സ് ആരാണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 1970കളിലും 1980കളിലും ലോകം മുഴുവൻ തരംഗമായി തീർന്ന ഒരു അമേരിക്കൻ മ്യൂസിക് ബാൻഡാണ് കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്നത്. കാരൻ കാർപ്പൻ്ററും റിച്ചാർഡ് കാർപ്പൻ്ററും എന്ന സഹോദരങ്ങളാണ് ഈ ബാൻഡിലെ പിന്നിലെ ഉണ്ടായിരുന്ന രണ്ടുപേർ. ഇവർ രണ്ടുപേരും ചേർന്ന് 1965ലാണ് ഒന്നിച്ച് പാട്ടുകളൊക്കെ പാടിത്തുടങ്ങിയത്. എന്നാൽ 1966 ബാറ്റിൽ ഓഫ് ദി ബാൻഡ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വിജയിച്ചതോടു കൂടിയാണ് ഇവർക്ക് അത്യാവശ്യം പ്രശസ്തിയൊക്കെ കൈവരുന്നത്. 1946ലാണ് റിച്ചാർഡ് കാർപ്പൻ്റർ ജനിച്ചത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 1950ലാണ് കാരൻ കാർപ്പൻ്റർ ജനിച്ചത്. കാരൻ കാർപ്പൻ്റർ 1983 32ാമത്തെ വയസ്സിൽ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 1969 മുതലാണ് സംഗീത പരിപാടികൾ ഒരു ബാൻഡ് എന്ന ലേബലിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. 1970 കൂടി തന്നെ ഇവർ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിയ വളരെ വലിയ ഒരു ബാൻഡായിട്ട് അമേരിക്കയിൽ വളരുകയും ചെയ്തു. ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് തുടങ്ങി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ പ്രശസ്തിയുടെ അങ്ങേയറ്റത്തെ വളർച്ച കൈവരിക്കുവാൻ കാർപ്പൻറ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവരുടെ സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. അതോടൊപ്പം തന്നെ 1973 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ഇവരെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ഇവരുടെ സംഗീത പരിപാടി അവിടെ നടത്തുകയും ഈ സംഗീത പരിപാടി കേട്ട് ആവേശഭരിതനായിട്ട് തീർന്ന റിച്ചാർഡ് നിക്സൺ പറഞ്ഞത് ദ യങ് അമേരിക്കൻ അറ്റ് ദി ബെസ്റ്റ് എന്നാണ്. ആ ഒരൊറ്റ വിശേഷണത്തോടു കൂടി കാർപ്പൻ്റർ എന്ന് പറയുന്ന ബാൻഡ് ലോകം മുഴുവൻ പ്രശസ്തമായി തീർന്നു, അല്ലെങ്കിൽ ലോകത്ത് ഒരു വലിയ തരംഗം തന്നെയായി മാറി എന്നുള്ളതാണ് വസ്തുത. 10 ആൽബങ്ങൾ, അതിലേറെ സിംഗിളുകൾ, അതിലേറെ TV സ്പെഷ്യലുകളൊക്കെയാണ് ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. 14 വർഷങ്ങൾ കൊണ്ട് ഇവർ പുറത്തിറക്കിയ 10 ആൽബങ്ങളുടെ 100 മില്യൺ റെക്കോർഡുകളാണ് ലോകത്താകമാനം വിറ്റ് അഴിഞ്ഞിട്ടുള്ളത്. ദ ബെസ്റ്റ് സെല്ലിംഗ് മ്യൂസിക് ആർട്ടിസ്റ്റ് ഓഫ് ഓൾ ദ ടൈം എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട മ്യൂസിക്കൽ ആൽബങ്ങളുടെ അല്ലെങ്കിൽ മ്യൂസിക്കൽ ബാൻഡുകളുടെ ലിസ്റ്റിൽ പെട്ട ബാൻഡാണ് കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്നത്. 1971 ഒരു ഓസ്കാർ അവാർഡ് അവർക്ക് കിട്ടുകയും 2 ഗ്രാമി അവാർഡുകൾ ഇവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് പാട്ടുകൾ എഴുതുകയും രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രവണ സുന്ദരമായിട്ട് അതിന് സംഗീതം ഇടുകയൊക്കെ ചെയ്യുന്ന പ്രത്യേകതയാണ് റിച്ചാർഡ് കാർപ്പൻ്ററിനുണ്ടായിരുന്നത്.
നമ്മുടെ കാരൻ കാർപ്പൻ്റർ അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് ഈ പാട്ടുകളൊക്കെ പാടി അവതരിപ്പിക്കുവാൻ മിടുക്കിയുമായിരുന്നു. ആദ്യകാലങ്ങളിൽ റിച്ചാർഡ് കാർപ്പൻ്റർ പിയാനോ പരിശീലിക്കുകയും കാരൻ കാർപ്പൻ്റർ ഡ്രംസ് പരിശീലിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. ഇവരുടെ സംഗീത പരിപാടികൾക്കിടയിൽ വളരെ വിദഗ്ധമായി പാടുന്നതിനോടൊപ്പം തന്നെ ഡ്രംസ് വായിച്ച് കൂടിയിരിക്കുന്ന കാണികളെ അത്ഭുതപ്പെടുത്തുന്നതിൽ കാരൻ കാർപ്പൻ്റർ മിടുക്കിയുമായിരുന്നു. അമേരിക്കൻ പോപ്പ് എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന പാട്ടുകളാണ് കാർപ്പൻറ്റേഴ്സ് എന്ന ബാൻഡ് പാടിയിരുന്നെങ്കിലും സോഫ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള ഒരു പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ടുള്ള ഗാനങ്ങളാണ് ഇവർ എപ്പോഴും അവതരിപ്പിച്ചിരുന്നത്. ലോകത്തിലെങ്ങാനും തന്നെ ലോകത്തിലാകമാനം തന്നെ എല്ലാ രാജ്യങ്ങളിലും ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടനിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ആൽബങ്ങളുടെ റെക്കോർഡുകളുടെ സ്ഥാനത്ത് 7ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ഈ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന ബാൻഡിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ജപ്പാനിൽ വളരെ കാലം ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ആൽബങ്ങളുടെ അല്ലെങ്കിൽ റെക്കോർഡുകളുടെ ഗണത്തിൽ 1ാം സ്ഥാനത്ത് നിന്ന ഒരു ബാൻഡ് കൂടിയാണ് കാർപ്പൻറ്റേഴ്സ്. ലോകം മുഴുവൻ 1970കളിലൊക്കെ ലോകത്തുള്ള പല രാജ്യങ്ങളിലേക്കും നിരന്തരമായിട്ട് യാത്ര ചെയ്ത് സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാർപ്പൻറ്റേഴ്സ്. അന്ന് ജപ്പാനിൽ ആദ്യമായിട്ട് സംഗീത പരിപാടി അവതരിപ്പിക്കുവാൻ ചെന്നിറങ്ങിയ കാർപ്പൻറ്റേഴ്സിനെ സ്വീകരിക്കുവാനായി 10,000 ആൾക്കാരാണ് വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടിയത്. അവരുടെ ജപ്പാനിലെ ആദ്യത്തെ ഷോ കാണുവാൻ എത്തിച്ചേർന്നത് 85,000-ലധികം കാണികളായിരുന്നു എന്നും പറയുന്നുണ്ട്. 1970കളിലെ നിരന്തരമായിട്ടുള്ള വിശ്രമമില്ലാത്ത സംഗീത പരിപാടികളും യാത്രകളും കാരണം 2 പേർക്കും രോഗങ്ങൾ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിത്തീർന്നത്. നിരന്തരമായിട്ടുള്ള യാത്രകളും സംഗീത പരിപാടികൾ കാരണം റിച്ചാർഡ് കാർപ്പൻ്റർക്ക് സ്ട്രെസ് താങ്ങുവാൻ കഴിയാതെ അദ്ദേഹം ഹിപ്നോട്ടിക് സെഡേറ്റീവ്സിന് ഉപയോഗിച്ച് തുടങ്ങുകയും അതിന് അടിമയായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം 1 വർഷത്തെ അവധിയെടുത്ത് ഈ പ്രോഗ്രാമുകളിൽ നിന്ന് മാറി നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയത്താണ് കാരൻ കാർപ്പൻ്റർക്ക് അനോറെക്സിയ എന്ന് പറയുന്ന ഫുഡ് ഹാബിറ്റ് ഡിസോർഡർ ബാധിക്കുന്നത്. ശരീരം വണ്ണിച്ചു പോകുമോ, ശരീരത്തിന് വണ്ണം കൂടുതലായി പോകുമോ എന്ന് കരുതി മെലിഞ്ഞിരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് വുഡിന് ആഹാര പദാർത്ഥങ്ങളോട് വിരക്തി തോന്നുകയും ആഹാരം ഒഴിവാക്കുകയും ഒടുവിൽ ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാരൻ കാർപ്പൻ്റർ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് വസ്തുത. 1983 അനോറെക്സിയ എന്ന് പറയുന്ന ഈ ഫുഡ് ഹാബിറ്റ് ഡിസോർഡറിൻ്റെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരൻ കാർപ്പൻ്റർ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞത്. കാരൻ കാർപ്പൻ്ററുടെ മരണത്തോടു കൂടി ഈ കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന ബാൻഡ് താൽക്കാലികമായിട്ട് നിന്നു പോവുകയും അവരുടെ ആൽബങ്ങൾ മാത്രം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും പുതിയ ആൽബങ്ങളുമായി റിച്ചാർഡ് കാർപ്പൻ്റർ വരാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം സഹോദരിയുടെ വേർപാടുണ്ടാക്കിയ വിഷമങ്ങളെയൊക്കെ അതിജീവിച്ച റിച്ചാർഡ് കാർപ്പൻ്റർ വീണ്ടും സംഗീത ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും സഹോദരിയോടൊപ്പം അന്ന് സംഗീതം ചെയ്ത് പാടി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന റിലീസ് ചെയ്യുവാൻ കഴിയാത്ത പല പാട്ടുകളും പല ആൽബങ്ങളും വീണ്ടും അദ്ദേഹം പുറത്തിറക്കുകയും ഏറെക്കാലം ഈ സംഗീത രംഗത്ത് തന്നെ പിടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 1981 കാരൻ കാർപ്പൻ്ററും റിച്ചാർഡ് കാർപ്പൻ്ററും ഒന്നിച്ചു ചേർന്ന കാർപ്പൻറ്റേഴ്സിൻ്റെ അവസാനത്തെ ആൽബമായ മെയ്ഡ് ഇൻ അമേരിക്ക പുറത്തിറങ്ങിയത്. 1983 സഹോദരിയുടെ കാരൻ കാർപ്പൻ്ററുടെ മരണത്തിനു ശേഷം റിച്ചാർഡ് കാർപ്പൻ്റർ ഇറക്കിയ പല ആൽബങ്ങളും ഈ കാർപ്പൻറ്റേഴ്സിൻ്റെ ആദ്യത്തെ ആൽബങ്ങളോടൊപ്പം ഒന്നും വിറ്റുപോയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ തരംഗമായി മാറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം കാർപ്പൻറ്റേഴ്സിൻ്റെ പേരിൽ അവസാനമായിട്ട് ഒരു ആൽബം പുറത്തിറക്കിയത് 2004 ടൈം ഗോസ് ബൈ എന്നായിരുന്നു ആ ആൽബത്തിൻ്റെ പേര്. അമേരിക്കയിലും അതോടൊപ്പം തന്നെ കീരവാണിയുടെ വാക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലുമൊക്കെ 1970കളിൽ ഒരു വമ്പൻ തരംഗം തന്നെയായിരുന്നു കാർപ്പൻറ്റേഴ്സ് എന്നുള്ളത് ഒരു വലിയ സത്യവും വസ്തുതയുമാണ്. ഈ തരത്തിൽ ലോകം മുഴുവൻ ഇന്നും ആരാധകരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ അലയടിക്കുന്ന സംഗീതത്തിൻ്റെ ഒരു വലിയ ചരിത്രം സ്വന്തമായിട്ടുള്ള കാർപ്പൻറ്റേഴ്സ് എന്ന് പറയുന്ന ആ ബാൻഡിനെ കുറിച്ചാണ് കീരവാണി ഓസ്കാറിൻ്റെ വേദിയിൽ നിന്ന് അഭിമാനത്തോടെ ആഹ്ലാദത്തോടു കൂടി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഹോളിവുഡിലെ അമേരിക്കയിലെ ആ ഓസ്കാർ വേദിയിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ കൈയടിക്കുകയും ഒക്കെ ചെയ്തത്.
എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവ് അവർ തിരുത്തും അല്ലെങ്കിൽ തിരുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കീരവാണിയുടെ വാക്കിലൂടെ കാർപ്പന്റേഴ്സ് എന്ന് പറയുന്ന ലോക പ്രശസ്തമായ ആ ബാൻഡിനെ കുറിച്ച് മലയാളികളായ നമുക്ക് അറിയാനായിട്ട് അവസരം കിട്ടിയിരിക്കുകയാണ്. ഈ തരത്തിൽ പ്രശസ്തമായിട്ടൊരു ബാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്തായാലും കീരവാണിയുടെ വാക്കിലൂടെ ഈ കാർപ്പന്റേഴ്സ് എന്ന് പറയുന്ന ബാൻഡിനെ കുറിച്ച് അറിയാനും അതിലെ സംഗീതകാരായിരുന്ന കാരൻ കാർപ്പൻ്ററെ കുറിച്ചും റിച്ചാർഡ് കാർപ്പൻ്ററെ കുറിച്ചും ഒക്കെ വളരെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ സംഗീത ഭാഷയായിരുന്ന, ഒരു കാലഘട്ടത്തെ സംഗീതത്തിൽ ആറാടിച്ച കാർപ്പൻ്റർ എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിനെ ഓസ്കാർ വേദിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന കീരവാണി എന്ന് പറയുന്ന സംഗീതജ്ഞനെ സ്നേഹിച്ചുകൊണ്ട് കാർപ്പന്റേഴ്സ് എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിൻ്റെ ചരിത്രം വീണ്ടും ഓർത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.